ചേച്ചി പ്രതീക്ഷിക്കാതെയാണോ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്? എനിക്ക് മെസ്സേജ് രൂപത്തിൽ ഇതിനു മുമ്പ് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിന് പലവട്ടം വാണിംഗ് കൊടുത്തപ്പോൾ അതിനൊക്കെ മാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മ ഒരു വട്ടം വിളിച്ച് സംസാരിച്ചപ്പോൾ അങ്ങനൊന്നുമല്ല, ഞങ്ങൾ നന്നാവാൻ വേണ്ടി പറയുന്ന ആ രീതിയിലാണ് പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ആ മെസ്സേജിന് ശേഷം അയാളുടെ മോളുടെ കല്യാണത്തിനൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടു പോവുക, അങ്ങനെ അത്രയും ട്രസ്റ്റ് ഇതായിരുന്നു എൻ്റെ അടുത്ത്. എനിക്ക് സംശയിക്കാൻ പിന്നെ ഇടയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് പെട്ടെന്നായിരുന്നു ഉണ്ടായിരുന്നത് ഇങ്ങനൊന്ന്. ഞാൻ അന്ന് സാധാ പോലെ ജോലിക്ക് പോയതാണ്. എനിക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണിക്ക് കയറിയിട്ട് രാത്രി 8 മണി വരെ ആയിരുന്നു ഡ്യൂട്ടി. അതിന് മുന്നത്തെ ദിവസങ്ങളിൽ നോക്കുമ്പോൾ രാവിലെ 8 മണിക്ക് കയറിയാൽ എന്നെ രാത്രി 9 മണി വരെയൊക്കെ അയാൾ ജോലി ചെയ്യിപ്പിക്കും. അതേസമയം അയാൾ ആ 3 പേരുണ്ടല്ലോ, അവരവിടെ സെക്യൂരിറ്റി ക്യാബിനിലിരുന്ന് കള്ളു കുടിക്കുന്ന സമയമായിരിക്കും അത്. എനിക്ക് ബുദ്ധിമുട്ടായ കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ഉച്ചയ്ക്ക് കയറിയിട്ട് എത്രയും വേഗം ഞാൻ ഇറങ്ങിക്കോളാം, എനിക്ക് 8 മണിക്കൂറേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ അമ്മ വിളിച്ച് പറഞ്ഞു. അവൾക്ക് അങ്ങനെ അധികം ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആൾ ടൈമൊക്കെ മാറ്റി തന്നു. എന്നാലും എല്ലാ സ്റ്റാഫിനും കറക്റ്റ് ടൈമിംഗ് ഒക്കെ ഉണ്ട്. എനിക്ക് മാത്രമേ അയാൾ കറക്റ്റ് ടൈമിങ് തരാറില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇനി മാനേജർ ആവണം ഇവിടെ, അപ്പോൾ നിനക്ക് കറക്റ്റ് ടൈമിംഗ് ആയിട്ട് എനിക്ക് തരാൻ പറ്റില്ല, സാലറി ഒക്കെ ഞാൻ കൂട്ടിത്തരും അങ്ങനെയൊക്കെ പറഞ്ഞു. കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അങ്ങനെ പറഞ്ഞ് എന്നെ രാത്രി ലേറ്റ് നൈറ്റ് വരെയൊക്കെ അയാൾ ജോലി ചെയ്യിപ്പിക്കും. അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ പോലും വെറുതെ സിസ്റ്റത്തിന് മുമ്പിൽ എന്നെ ഇരുത്തിക്കും അയാൾ. എന്നിട്ട് അയാൾ കള്ളു കുടിച്ചിട്ട് അവിടെ വന്നിട്ട് തൊട്ടപ്പുറത്തെ സിസ്റ്റത്തിൽ വന്നിരുന്നിട്ട് ഓരോ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയും. ആ സമയത്ത് തന്നെ അയാളുടെ ഭാര്യേനെ പറ്റി എപ്പോഴും മോശമായിട്ട് പറയും. അയാളുടെ ഭാര്യയ്ക്ക് എന്തോ സർജറി കഴിഞ്ഞ് പിന്നെ അവർ തമ്മിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. 5 വർഷമായിട്ട് അവർ തമ്മിൽ ആ ഒരു റിലേഷൻ ഉണ്ടായിട്ടില്ല. അവർക്ക് അയാൾ കല്യാണം കഴിഞ്ഞ് ഒരുപാട് പേരുടെ കൂടെ കിടന്നിട്ടുണ്ട്. അതൊക്കെ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇതൊക്കെ സാർ എന്തിനാ എൻ്റെ അടുത്ത് പറഞ്ഞു. ഇതൊന്നും അത്ര മോശപ്പെട്ട കാര്യമല്ല, മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള നീഡാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ എൻ്റെ അടുത്ത് കുറേ സംസാരിക്കാൻ തുടങ്ങും. അപ്പം എൻ്റെ കൂടെയുള്ളവർ എന്നെ ഒരു സമയം കഴിഞ്ഞിട്ട് കണ്ടില്ലെങ്കിൽ അന്വേഷിച്ച് വരും. അങ്ങനെ അവർ എന്നെ അന്വേഷിച്ച് വരുന്ന കാരണം അയാൾ ഇടയ്ക്ക് എന്നെ വേഗം വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സംഭവം നടക്കുന്ന അന്ന് അവർ നാട്ടിൽ പോകേണ്ടി വന്നു. അവർക്ക് അതിലൊരാൾ ആന്ധ്ര, ഒരാൾ തമിഴ്നാടുമായിരുന്നു. അവർക്ക് നാട്ടിൽ പോകേണ്ടി വന്നു. ഉണ്ട്, ഞങ്ങൾ 3 പേരായിരുന്നു. അപ്പോൾ സ്റ്റാഫ് കുറവായിട്ടും അയാൾ അവർക്ക് ലീവ് കൊടുത്തു. ഞാൻ മാനേജ് ചെയ്യുന്നുള്ളൊരു ഇതിൽ അയാൾ ലീവ് കൊടുത്ത് എക്സ്ട്രാ പൈസ കൊടുത്ത് തലയിലൊക്കെ ഇങ്ങനെ തലോടിയിട്ട് പയ്യെ വന്നാൽ മതി മക്കളെ, എല്ലാം മാറിയിട്ട് പയ്യെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അവരുടെ അടുത്ത് അയാൾ. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല സാർ എനിക്ക് പേടിയില്ല. അപ്പം പേടിയുണ്ടെങ്കിൽ ഇവിടെ ഹോട്ടലിൽ റൂമിൽ കിടന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ഹോട്ടലിൽ കിടന്നാൽ മാസ്റ്റർ കാർഡ് വെച്ചിട്ട് അയാൾക്ക് ആക്സസ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന കാരണം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ വീട്ടിൽ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നൊരു 7:30 ആകുമ്പോൾ അയാൾ വിട്ടു. അന്ന് 7:30 ആകുമ്പോൾ വിട്ടിട്ട് ഞാൻ വീട്ടിൽ പോയി കുളിച്ചതൊക്കെ കഴിഞ്ഞ് ഫ്രണ്ടിലെ ഡോറെന്ന് പറഞ്ഞാൽ കുറച്ച് ബലമൊക്കെ കൊടുത്ത് തള്ളിയാണ്. അവർ 2 പേരും കൂടെ എന്നും അടച്ചുകൊണ്ടിരുന്നത്. അവരാ താഴെ താമസിക്കുന്നത്. ഞാൻ വിചാരിച്ചു കുളിച്ചിട്ട് വന്നിട്ട് അവരെ വിളിച്ച് എങ്ങനെ അടക്കുന്നതെന്നൊക്കെ ചോദിച്ച് പയ്യെ അടക്കാം. ഇത് പ്രതീക്ഷിക്കുന്നേ ഇല്ല ഞാൻ ഇങ്ങനൊരിത് അടക്കാമെന്നൊക്കെ വിചാരിച്ച് നിന്നതാണ് ഞാൻ. അങ്ങനെ കുളിച്ച് എന്നും ഗെയിം കളിക്കുന്നൊരിതുണ്ടായിരുന്നു സമയം പോകാൻ. അങ്ങനെ BGMI കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാറുണ്ട്. ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ റൂം ആരോ തുറക്കുന്ന സൗണ്ട് കേട്ടെ. റൂം ഇയർഫോൺ വെച്ചുകൊണ്ടാണ് ഞാൻ കേൾക്കാഞ്ഞെന്നറിയില്ല ആൾ താഴെ നിന്ന് വന്ന സൗണ്ടൊന്നും. എന്നിട്ട് തുറക്കുന്ന സൗണ്ട് കേട്ട് ഞാൻ ജസ്റ്റ് തിരിഞ്ഞു നോക്കിയപ്പോൾ 3 നിഴലിങ്ങനെ വരുന്നുണ്ട്. ഞാൻ തറയിലൊരു മൂലയ്ക്ക് ഇരിക്കുകയായിരുന്നു. ഞാൻ എന്നിട്ട് എണീറ്റപ്പോൾ തന്നെ ഇയാളെയാണ് കണ്ടത്. ഇയാൾ മാസ്കൊക്കെ വെച്ച് കള്ളു കുടിച്ചിട്ട് കണ്ണൊന്നും കാണുന്നില്ലായിരുന്നു. അത് ഇറങ്ങിയിരിക്കുക അയാളുടെ കണ്ണൊക്കെ. എന്നിട്ട് അയാളുടെ കയ്യിൽ മാസ്ക് ഉണ്ടായപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ എന്നിട്ട് ഉറക്കെ കരയാൻ തുടങ്ങി. അയാളുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീടുണ്ട് അടുത്ത്. അങ്ങോട്ടൊക്കെ നോക്കി ഞാൻ ഉറക്കെ കരഞ്ഞു. അപ്പോഴയാൾ ആ വീഡിയോയിലുള്ളതൊക്കെ പറയുന്നത്, ഒച്ച ഉണ്ടാക്കരുതെന്നൊക്കെ. എന്നിട്ട് അയാളെ പിടിവലിക്കിടയിൽ അയാളെ കൈതട്ടി തന്നെ ആ ക്യാമറ ഓണായ. എന്നിട്ട് അയാൾ ആ ഫോൺ പിടിച്ച് വാങ്ങിച്ചിട്ട് അയാളുടെ പോക്കറ്റിലിട്ട് എൻ്റെ ഫോൺ. എന്നിട്ട് വീണ്ടും എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ വന്നു, വട്ടം പിടിക്കാൻ വന്നു അയാൾ. വട്ടം പിടിക്കാൻ വന്നപ്പോൾ ഞാൻ പിന്നെ അയാളെ
തള്ളിയിട്ട് ആ ടാപ്പ് ആ സമയത്ത് പിറകിലുള്ള ആളുടെ കയ്യിൽ എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടാപ്പ് വേണമെന്ന് പറഞ്ഞ് തിരിയുന്ന ഗ്യാപ്പിൽ ഞാൻ പെട്ടെന്ന് എടുത്ത് താഴോട്ട് ചാടി കഴിഞ്ഞപ്പോൾ മറ്റേ റിയാസ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾ താഴോട്ട് ഇറങ്ങി വന്നിട്ട് വീണിട്ട് കുറച്ച് ജീവൻ ഉണ്ടെങ്കിൽ എണീറ്റ് ഓടാമെന്ന് വിചാരിച്ചതാണ് ഞാൻ. എനിക്ക് വീണിട്ട് എൻ്റെ കൈമുട്ടൊക്കെ ഇവിടെ പൊട്ടി. എനിക്ക് മനസ്സിലായി എൻ്റെ കാലെൻ്റെ കൂടെ വരുന്നില്ല, കാലവിടെ ഇതായി കിടക്കുക, ഇങ്ങനെ എണീക്കാൻ പറ്റുന്നില്ല. ഞാൻ കിടന്നെടുത്തുനിന്ന് വീണ്ടും കരഞ്ഞു. അപ്പോൾ അയാൾ വന്നിട്ട് റിയാസ് വന്നിട്ട് എൻ്റെ കാല് പിടിച്ച് വലിച്ച് വീണ്ടും എന്നെ അകത്തോട്ട് കൊണ്ടുവന്ന് നോക്കി. വരുന്നില്ലെന്നുണ്ടപ്പോൾ ചെസ്റ്റിൻ്റെ ഇവിടെ പിടിച്ചു പൊക്കി വീണ്ടും വലിക്കാൻ നോക്കി എന്നെ. എന്നിട്ട് ഞാൻ ബഹളം വെച്ചപ്പോൾ വാ പൊത്തിയപ്പോൾ ഞാൻ കടി കൊടുത്തപ്പോൾ കൈ പെട്ടെന്ന് വലിച്ചു. അപ്പോൾ തന്നെ ഒരു ചേട്ടൻ ആ ദൂരത്തുനിന്ന് ടോർച്ച് അടിച്ചിട്ട് എന്താന്ന് ചോദിച്ചിട്ട് വന്നു. അപ്പോൾ ഇയാൾ വേഗം എന്നെ വിട്ട് 3 പേര് ഇപ്പം വന്ന പോലെ നിന്നിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണയാന്ന്. ആ സമയത്ത് ഞാൻ ഒന്നും മിണ്ടിയില്ല. ഒന്നാമത് എനിക്ക് പറയാൻ വേദന കൊണ്ട് പൊളയായിരുന്നു. അതുമല്ല എല്ലാം അയാളുടെ ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു എന്നെ വീണ്ടും എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ ആരോ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ എന്നെ വണ്ടി എടുത്ത് വന്ന് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ വണ്ടിയിൽ നിന്ന് കുറേ കരഞ്ഞപ്പോൾ അയാൾ പറയാം, അവൾ കരയണ്ട, അങ്കിളുണ്ട്, കരയണ്ടെന്നൊക്കെ പറഞ്ഞു അയാൾ. എന്നിട്ട് KMCTയിൽ കൊണ്ടുപോയി. അവിടെ ഡോക്ടർ അതിൻ്റെ അകത്ത് കയറ്റി വന്നാൽ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇവർ എന്നെ ഉപദ്രവിക്കാൻ വന്ന് എൻ്റെ ഫോണൊന്നും മേടിച്ച് തരണം, അതിൽ തെളിവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ മേടിച്ചപ്പോൾ ഇയാൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ അയാൾ അവിടെ കണ്ടിട്ടില്ല. എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പോലീസ് വന്നത്. പോലീസ് വരുന്നിടം വരെ എന്നെ അവർ നോക്കിയിട്ടില്ല, എന്നെ തൊട്ടിട്ട്. ഞാൻ വേദന കൊണ്ട് കരയായിരുന്നു. ആകെ ഈ മരുന്നിന് മുറിവിനൊരു ഇതൊട്ടിച്ച് തന്നു. വേറെ എൻ്റെ കാലിൽ ഞാൻ പറഞ്ഞു കാല് വയ്യ എനിക്ക്, അവർ നോക്കുന്നില്ല, ആരെങ്കിലും ഇല്ലാതെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറേ നേരം അവിടെ ഒറ്റയ്ക്ക് കിടന്ന്. പിന്നെ അവിടുത്തെ പോലീസ് വന്നിട്ടാണ് പറഞ്ഞത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ട് അന്നും ആരും ഇല്ലാണ്ട് എൻ്റെ വീട്ടിൽ വിളിച്ചപ്പോൾ അവർക്ക് പുലർച്ചെ ഇറങ്ങിയാലും അവർക്ക് എത്താൻ പയ്യന്നൂരിൽ നിന്ന് വരേണ്ടതാണ്, കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അതുവരെ ഞാൻ വേദന സഹിച്ച് അവിടെ കിടന്നു. അപ്പോൾ ഞാൻ സഹിച്ചതിൻ്റെയും ഇതും എല്ലാം അയാൾ അനുഭവിക്കണം എന്ന് എനിക്കുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെ പോകും. പോലീസ് ആദ്യം എൻ്റെ അടുത്ത് വന്ന് നല്ല ഇതിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ആരോ പറഞ്ഞു FIR മാറ്റി എന്നൊക്കെ പറഞ്ഞു. എൻ്റെ അടുത്ത് നല്ല ഇതിലായിരുന്നു. അവരൊന്ന് കണ്ടതാണ് ഞാൻ അനുഭവിക്കുന്ന വേദന ഇതൊക്കെ. അത് കണ്ടിട്ടും അവർക്കത് മാറ്റി എഴുതാൻ തോന്നിയതിൽ എനിക്കൊന്നും പറയാനില്ല. പിന്നെ ഞാൻ വീഡിയോ കണ്ടു, അയാൾ കൂളായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിൽക്കുക. അതുമല്ല, ഒരു പോലീസുകാരൻ അമ്മയുടെ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചു. ഇയാളെ അറിയോ, ഇയാൾ തന്നെയാണോ പ്രതി എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അയാൾ കൂളായിട്ട് പത്രം വായിച്ചിരിക്കുക ചിരിച്ചോണ്ട്. എന്നിട്ട് ഇയാൾ അറിയോ എന്ന് ചോദിക്കുക. ഒരു പ്രശ്നമില്ല, അയാളുടെ നാട് അറിയില്ല എന്താവുന്നു. അവർക്ക് ബാക്കിയുള്ളൊക്കെ വലിയ ചേച്ചിമാരാ. അവർ കല്യാണമൊക്കെ കഴിഞ്ഞ് അവരുടെ ഹസ്ബൻഡൊക്കെ അടുത്തൊക്കെ ഉള്ളവരാ. അവരുടെ അടുത്ത് എന്തെങ്കിലും കാണിച്ച് ഇയാൾക്ക് കിട്ടുമെന്ന് ഇയാൾക്ക് അറിയാം. അവർ ഡെയിലി വന്നു പോകുന്നവരാ. അവരുടെ അടുത്തൊക്കെ നല്ല സ്നേഹം. ഇയാൾ ലേഡീസിനെ മാത്രമേ അവിടെ സ്റ്റാഫായിട്ട് വെക്കുള്ളൂ. ഇയാൾ പറഞ്ഞ എല്ലാ ലേഡീസിനും ജോലി വേണം, ആ ഉദ്ദേശത്തോടെയാണ് ഇയാൾ പറയുന്നത്. പക്ഷെ എനിക്കത് തോന്നുന്നില്ല. ലേഡീസിനെ മാത്രമേ ഇയാൾ എടുക്കുള്ളൂ ആ സ്ഥാപനത്തിൽ. അതെ, വീണെടുത്തുനിന്ന് പോലെ എൻ്റെ കാല് പിന്നെയും വലിച്ചയാൾ ഇതാക്കി. അയാൾ അത് കഴിഞ്ഞിട്ടും 2 ദിവസം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. പിറ്റേ ദിവസം ഹോട്ടൽ സാധാ പോലെ തുറന്നു, സാധാ പോലെ എല്ലാവരും ജോലിക്ക്. തിങ്കളാഴ്ച എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല, ഫോൺ എൻ്റെ മാമൻ്റെ കയ്യിലായിരുന്നു. ആ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. ഞാനത് ഫോൺ ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ഇന്നലെ ഞാൻ എടുത്തപ്പോഴാണ് 2 മെസ്സേജ് ഡിലീറ്റും 1 മെസ്സേജ് അതിലുണ്ടായിരുന്നു, നിനക്കുള്ള ആദ്യത്തെ ഡോസാന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഞാൻ ICUവിൽ കിടക്കുക. ആ സമയത്ത് അയാൾ ഇത് അയക്കുന്നത്. ആ സമയത്ത് അയാൾ ഇറങ്ങി നടക്കുന്നുണ്ട് എന്നെ പറ്റി ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ. അറിയില്ല, അവർ വനിതാ പോലീസ് ഇല്ലാത്ത കാരണം മൊഴിയെടുക്കാൻ വരാൻ ലേറ്റ് ആവുമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അതൊന്നും എനിക്കറിയില്ല.